ഹായ് ഫ്രണ്ട്സ്, മല്ലബ്രോ എന്ന നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്ന മനോഹരമായ കാഴ്ച കുറേ പൂ വിരിഞ്ഞിരിക്കുന്നതെന്നേ നമുക്ക് തോന്നുള്ളൂ. എന്നാൽ അതല്ല, ഇതാണ് കളർ കോഴി. പണ്ട് ഇത് കാണുമ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് പോയി കാണും. പണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കുറേ അണ്ണന്മാർ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കൂട്ടിലേക്ക് വളഞ്ഞ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കളർ കോഴീനെ ഇട്ടിട്ട് വിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അന്നൊന്നും നമ്മുടെ നാട്ടിൽ ഇത് മേടിക്കാനോ ഒന്നും പറ്റിയിട്ട് ദൂരെ നിന്ന് കണ്ടിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അധികം ആരും ഇത് മേടിക്കില്ലാഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നാടൻ കോഴികളെയൊക്കെ നമ്മൾ മുട്ട അടയിരുത്തി വിരിയിച്ചാണ് കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നത്. അന്ന് ഈ കളർ കോഴികളെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും കാക്കയോ പരുന്തൊന്നും റാഞ്ചാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പലതരം കളർ അടിക്കുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പലരും ഇപ്പോൾ ഒരു രസത്തിന് വേണ്ടിയാണെങ്കിലും പിള്ളേരെയൊക്കെ കാണിച്ചൊന്ന് ഇതാക്കാനാണെങ്കിലൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ 5 മേടിച്ചതിന് 100 രൂപയാണ് കേട്ടോ ഇവിടെ മേടിച്ചത്. ഇവർ ഓരോ ആൾക്കാർ വരുന്നതനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ 5 മേടിച്ചതിന് 100 രൂപയാണ് ഇവർ ഇട്ടത്. അതുപോലെ തന്നെ ഇത് കെയർ ചെയ്ത് നമ്മളിപ്പോൾ ഒരു പെറ്റ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൂടിലൊക്കെ ആക്കിയൊക്കെയാണ് തന്നെ. ഇതങ്ങനെയൊന്നുമല്ല, സാധാ പ്ലാസ്റ്റിക് കവറിലേക്ക് പെറുക്കി ഇടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ലോട്ടറി എടുത്ത് അടിക്കുന്ന പോലെയാണ് പിടക്കോഴികളെ കിട്ടുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇത് പിടക്കോഴീനെ ഇതിൽ കിട്ടാറില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഏകദേശം അത് കൊണ്ടുവന്ന് വെച്ചാൽ 3/4% കോഴികളും പൂവനായിരിക്കും. ഈ പിടക്കോഴികളെയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോട്ടറി അടിക്കുന്നവർ പോലെ ഭാഗ്യമുള്ളതാണ്.